ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബുക്ക് മാർക്കാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പേപ്പറിൽ ഒരു ബട്ടർഫ്ലൈ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബട്ടർഫ്ലൈ വരയ്ക്കാം, അല്ലെങ്കിൽ വേറെ ഏത് പിക്ചർ വേണമെങ്കിലും വരയ്ക്കാം. അതിനുശേഷം നമുക്കൊരു ബ്ലാക്ക് പെൻ വെച്ചിട്ട് അതൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. ആദ്യം പുറത്ത് മാത്രം ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ അത് തെറ്റി പോകാണ്ട് ഔട്ട്ലൈൻ ചെയ്യാൻ ശ്രദ്ധിക്കാം. ഇനി നമുക്കതിൻ്റെ ഉള്ളിലും കൂടെ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. അത് മാത്രമല്ല, ബട്ടർഫ്ലൈ മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പിക്ചർ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ബട്ടർഫ്ലൈ ആണ് മാത്രം. നമുക്കതിൻ്റെ ഉള്ളിലും പുറത്തും ഒന്ന് ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഏകദേശം വരച്ച് കഴിയാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉൾഭാഗത്തും പുറത്തും എല്ലായിടത്തും ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതുപോലെ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ ചെയ്ത് കഴിയാറായിട്ടുണ്ട്. നമ്മൾ ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ്, കണ്ടോ. അതിനുശേഷം ഞാനൊരു ആൽക്കഹോളിക് മാർക്കർ എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ വെച്ചാണ് ഞാൻ അത് ഫുള്ളൊന്ന് അതിൻ്റെ ആ ബ്ലാക്ക് പെൻ വെച്ചേക്കണതിൻ്റെ മേലിൽ കൂടെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ബട്ടർഫ്ലൈൻ്റെ ഉള്ളിലൊന്ന് കളർ ചെയ്ത് കൊടുക്കാം. ഞാനൊരു പേസ്റ്റൽ ബ്ലൂ കളറാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ എടുക്കാം. ഞാനൊരു പേസ്റ്റൽ ബ്ലൂ കളറാണ് എടുക്കുന്നത് കേട്ടോ. നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. അതിൻ്റെ ഫുള്ള് ഒന്ന് അടിച്ചു കൊടുക്കാം അകത്ത്. നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ചും കൂടെ അടിക്കാനുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് അടിച്ചു കൊടുക്കാം. നമുക്ക് ഏകദേശം അടിച്ച് കഴിയാറായി. കുറച്ചും കൂടെ അടിക്കാനുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടെ അടിക്കാനുണ്ട്. ഒരു ചെറിയ ഭാഗം കൂടെ അടിക്കാനുണ്ട് കേട്ടോ. അതും കൂടെ നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഫുൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഫുള്ള് നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ അത് കീറി പോകാണ്ട് നോക്കണേ. നമുക്കൊന്ന് ഫുള്ളൊന്ന് ആ ബട്ടർഫ്ലൈ മാത്രം കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാണ് ബട്ടർഫ്ലൈ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ബട്ടർഫ്ലൈനെ തന്നെ ഒന്ന് 2 പീസാക്കി കൊടുക്കാവേ. നടുക്കുന്ന് വേണം കട്ട് ചെയ്യാൻ. ഇനി ആ കട്ട് ചെയ്തെടുത്ത 2 പീസും നമുക്ക് മാറ്റി വെക്കാം. അത് നമുക്ക് ആവശ്യമുള്ളതാണ്, അത് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഇതുപോലൊരു പേപ്പർ കട്ട് ചെയ്ത് നീളത്തിലാക്കി എടുക്കാം. അതിനുശേഷം ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇതൊന്ന് മടക്കി കൊടുക്കാം. കണ്ടോ? അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബട്ടർഫ്ലൈയുടെ ഒരു പീസ് എടുത്ത് ഗ്ലൂ ആ പേപ്പറും ഒട്ടിച്ച് കൊടുക്കാം. ഗ്ലൂ തേച്ച് ആ പേപ്പർ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ബട്ടർഫ്ലൈ നമുക്ക് ഗ്ലൂ തേക്കാം. ഞാൻ ഇവിടെ ഫെവിഗമ്മാണ് എടുക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ഉള്ള വശം എടുക്കാം. ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റേ പീസും കൂടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബുക്ക് മാർക്ക് ഏകദേശം ഉണ്ടാക്കി കഴിയാറായി. അപ്പോൾ നമ്മൾ 2 ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ബുക്കിൽ വെച്ച് നോക്കാം അല്ലേ. നമുക്കൊരു ബുക്കിൻ്റെ അകത്ത് വെച്ച് നോക്കാം. കണ്ടോ? നല്ല ഭംഗിയില്ലേ? നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഒരു ബുക്കിൽ വെക്കാം. കണ്ടോ? ഇത്രേ ഉള്ളൂ നമ്മുടെ ബുക്ക് മാർക്കിൻ്റെ വീഡിയോ. ബുക്ക് മാർക്ക് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.